السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ കലിമത്തുൽ ഇഖ്ലാസ് വ തഹ്ഖീഖ് മഅനാഹ എന്ന റിസാലയാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ നാം അവസാനിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം മറ്റെന്തിനേക്കാളും, ഒരാളുടെ ഹവക്ക് തോന്നുന്നതിനേക്കാളും മറ്റെന്തിനേക്കാളും അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉയർന്നു നിൽക്കണം. അതാണ് തൗഹീദിന്റെ പൂർണ്ണത എന്നീ കാര്യങ്ങളാണ് നാം പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം വാദിക്കുന്ന ആളുകൾ, അള്ളാഹുവിനോടുള്ള ഇഷ്ടമുള്ള ആളുകൾക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെല്ലാം ഇഷ്ടപ്പെടുകയും വെറുക്കുന്നതിനെല്ലാം വെറുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള ഭാഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നത്. വയശ്ഹദു ലിഹാദൽ മഅന അയ്വൻ ഖൗലുഹു തആല. ഈ പറഞ്ഞ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെല്ലാം നമ്മളും ഇഷ്ടപ്പെടണം, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരുവൻ എന്നതിന്റെ ആശയത്തെ അറിയിക്കുന്ന കാര്യമാണ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. സൂറത്ത് ആൽ ഇംറാനിലെ 31-ാമത്തെ ആയത്ത്. ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾ എന്നെ പിൻപറ്റണം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. യുഹ്ബിബുകുമുല്ലാഹ്, അങ്ങനെ പിൻപറ്റിയാൽ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും. ഖാലൽ ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖാല അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ് ഇന്നാ നുഹിബ്ബു റബ്ബനാ ഹുബ്ബൻ ശദീദൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്ന് പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ അള്ളാഹുവിനെ, ഞങ്ങളുടെ റബ്ബിനെ വളരെ ശക്തമായി, ഹുബ്ബൻ ശദീദൻ, കഠിനമായി ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഫഹബ്ബ അല്ലാഹു അൻ യജ്അല ലിഹുബ്ബിഹി അലമൻ. അല്ലാഹു തആല അവരുടെ ആ ഇഷ്ടത്തിന് ഒരു അടയാളം വെക്കാൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ആയത്ത് ഇറക്കി. ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറക്കി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം ഇല്ലാതെ ഒരാൾക്കും അള്ളാഹുവിനോടുള്ള ഇഷ്ടം പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിനോടുള്ള ഇഷ്ടം വാദിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, പറയുന്ന ഒരാളുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ഇത്തിബാ ചെയ്യും. ومن هنا يعلم أنه لا تتم الشهادة أن لا إله إلا الله إلا بشهادة أن محمدا رسول الله. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ ഷഹാദത്ത് പൂർത്തിയാവുകയില്ല മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് പൂർത്തിയാകാതെ. ഈ രണ്ടും ഒരുമിച്ചുണ്ടാകേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് യഥാർത്ഥ രൂപത്തിൽ പൂർത്തിയാകണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്തും അവൻ പൂർത്തീകരിച്ചിരിക്കണം. ഫഇന്നഹു ഇദാ അലിമ അന്നഹു ലാ തതിമ്മു മഹബ്ബത്തുല്ലാഹ് ഇല്ലാ ബിമഹബ്ബത്തി മാ യുഹിബ്ബുഹു വകറാഹത്തി മാ യക്റഹുഹു. അതുപോലെ തന്നെ ഒരാൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, ഒരാളും അള്ളാഹുവിനോടുള്ള ഇഷ്ടം പൂർത്തിയാകുന്നില്ല അവൻ ഇഷ്ടപ്പെടുന്നതിനെയൊക്കെ ഇഷ്ടപ്പെടാതെയും അവൻ വെറുക്കുന്നതിനെയെല്ലാം വെറുക്കാതെയും. അതായത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഒരാൾക്കുണ്ട് എങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനൊക്കെ ഇഷ്ടപ്പെടണം, അള്ളാഹു വെറുക്കുന്നതിനെല്ലാം വെറുക്കുകയും വേണം. അതില്ലാതെ ഒരിക്കലും അള്ളാഹുവിനോടുള്ള ഇഷ്ടം പൂർത്തിയാവുകയില്ല. ഫലാ ത്വരീഖ ഇലാ മഅരിഫത്തി മാ യുഹിബ്ബുഹു വമാ യക്റഹുഹു ഇല്ലാ മിൻ ജിഹതി മുഹമ്മദിൻ അൽ മുബല്ലിഗി അനില്ലാഹി മാ യുഹിബ്ബുഹു വമാ യക്റഹുഹു. ഫലാ ത്വരീഖ ഇലാ മഅരിഫ, അറിയാൻ ഒരു വഴിയില്ല. എന്തറിയാൻ? മാ യുഹിബ്ബുഹു വമാ യക്റഹുഹു,
എന്താണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ ഒരു വഴിയുമില്ല. ഇല്ലാ മിൻ ജിഹത്തി മുഹമ്മദിൻ അൽ മുബല്ലിഗ് അനില്ലാ മാ യുഹിബ്ബുഹു വമാ യക്റഹു. അള്ളാഹുവിൽ നിന്ന് നമുക്ക് അറിയിച്ചു തരാനുള്ള ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാതെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എന്താണെന്നോ അള്ളാഹു വെറുക്കുന്ന എന്താണെന്നോ അറിയാൻ നമുക്ക് ഒരു മാർഗവുമില്ല. فصارت محبة الله مستلزمة لمحبة رسوله صلى الله عليه وسلم وتصديقه ومتابعته. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിനോടൊപ്പം ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് അവന്റെ റസൂലിനോടുള്ള ഇഷ്ടവും അവന്റെ റസൂലിനെ സത്യപ്പെടുത്തലും അവന്റെ റസൂലിനെ പിൻപറ്റലും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്താതെ എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിന് ഇഷ്ടമുണ്ടെന്ന് വാദിക്കാൻ സാധിക്കുക? അള്ളാഹു ഇഷ്ടമുള്ള കാര്യങ്ങളെ ഇഷ്ടപ്പെടാൻ സാധിക്കുക? അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളെ വെറുക്കാൻ സാധിക്കുക? അപ്പോൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നത് നിർബന്ധമാക്കുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടവും. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമില്ലാതെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടാവുകയില്ല. അങ്ങനെ ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അത് കള്ളമാണ്, അത് ശരിയല്ല, ദീനല്ല. എന്നിട്ട് പറയാണ് വലിഹാദാ ഖറന അല്ലാഹു ബൈന മഹബ്ബതിഹി വമഹബ്ബതി റസൂലിഹി ഫീ ഖൗലിഹി ഖുൽ ഇൻ കാന ആബാഉക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടവും ഖുർആനിൽ ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത്, ഒരുമിച്ചായിട്ട് പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, എന്താ പറഞ്ഞത്? ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും, നിങ്ങളുടെ ഉപ്പമാരോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ സഹോദരങ്ങളോ, വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകളോ, വഅശീറത്തുക്കും നിങ്ങളുടെ കുടുംബക്കാരോ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമ്പത്തോ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ മാന്ദ്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടമോ, വമസാകിനു തർദൗനഹ നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളോ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ. ഇവിടെ നോക്കൂ, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിനോടൊപ്പം എന്ത് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം പറഞ്ഞു. ബാക്കിയുള്ള മനുഷ്യന്റെ ഇഷ്ടം തോന്നുന്ന തബഈയായിട്ട് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒരു വിഭാഗമാക്കി പറഞ്ഞ് അള്ളാഹുവിനോടും റസൂലിനോടുള്ള ഇഷ്ടം വേറൊരു കാര്യമാക്കി പറഞ്ഞു. അള്ളാഹുവിനോടും റസൂലിനോടുള്ള ഇഷ്ടത്തെക്കാളും വജിഹാദിൻ ഫീ സബീലിഹി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും വലുതാണ് ഈ ആദ്യം പറഞ്ഞ 8 കാര്യങ്ങൾ എങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്, തീരുമാനം നടപ്പിലാകുന്നത് നിങ്ങൾ കാത്തിരുന്നുകൊള്ളൂ എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അള്ളാഹുവിനോടും റസൂലിനോടുള്ള ഇഷ്ടം ഒരുമിച്ച് പറഞ്ഞു. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, കമാ ഖറന ബൈന ത്വാഅതിഹി വത്വാഅതി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മവാളിഅ കസീറത്തിൻ ഖുർആനിലെ ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുള്ള അനുസരണം ഒരുമിച്ച് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഇഷ്ടത്തെ പറ്റിയും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞത് എന്താണ്? അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന് ഇഷ്ടപ്പെടണമെന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തേതായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ടത്, ഒരു മുഅ്മിന് ഉണ്ടായിരിക്കേണ്ടത് അള്ളാഹുവിനോടും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടമാണ്. ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണാം, ഒരാൾക്ക് ഈമാനിന്റെ ഹലാവത്ത് മാധുര്യം ആസ്വദിക്കണമെങ്കിൽ അവനുണ്ടായിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത് പറഞ്ഞത് എന്താണ്? അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഇഷ്ടമായിരിക്കണം മറ്റെന്തിനേക്കാളും അവനുണ്ടായിരിക്കേണ്ടത്, മറ്റെന്തിനേക്കാളും ഉണ്ടായിരിക്കേണ്ടത്. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ 3 കാര്യങ്ങൾ അത് ആരിലാണോ ഉള്ളത് അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കും. അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ അല്ലാഹുവും റസൂലും മറ്റെന്തിനേക്കാളും അവന് ഇഷ്ടമുള്ളതാകണം. വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ് ഒരാൾ വേറൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. വഅൻ യക്റഹ അൻ യർജിഅ ഇലൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുൽഖാ ഫിന്നാർ
കുഫറിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം തിരിച്ച് കുഫറിലേക്ക് മടങ്ങുക എന്നുള്ളത് തീയിലേക്ക് എറിയുന്നത് പോലെ അവന് വെറുപ്പുള്ള ഒരു കാര്യമായിരിക്കണം. ഈ 3 കാര്യങ്ങൾ അതിലൊന്നാമത്തേതാണ് അള്ളാഹുവിനും റസൂലിനോടുമുള്ള ഇഷ്ടം. അപ്പോൾ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാതെ സത്യപ്പെടുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇത്തിബാ ചെയ്യാതെ നബി അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ഹാദിഹി ഹാലു സഹറതി ലമ്മാ സകനത്തിൽ മഹബ്ബതു ഖുലൂബഹും. ഇതായിരുന്നു ആ സാഹിറന്മാരുടെ അവസ്ഥ. സാഹിറന്മാരെന്ന് പറഞ്ഞാൽ സഹറത്ത് ഫിർഔൻ, ഫിർഔനിന്റെ സാഹിറന്മാരുടെ അവസ്ഥ. അവരുടെ ഖൽബിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉറച്ചപ്പോൾ സമഹു ബിബദ്ലി നുഫൂസിഹിം, അവരവരുടെ സ്വന്തത്തെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകാൻ തയ്യാറായി. ഫഖാലു ലിഫിർഔൻ, ഫിർഔനോട് അവർ പറഞ്ഞു, ഇഖ്ളി മാ അൻത ഖാദ്, നീ എന്ത് വേണമെങ്കിലും വിധിച്ചുകൊള്ളൂ. അഥവാ സഹറത്തു ഫിർഔൻ എന്ന് പറയുന്ന ചരിത്രം നമുക്കറിയാം, ചെറിയ രീതിയിൽ പറയാം. മൂസാ നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ ഹാറൂൻ നബി അലൈഹിസ്സലാമും ഫിർഔന്റെ അടുക്കൽ ദഅവത്തുമായി ചെന്നപ്പോൾ ഫിർഔൻ പറഞ്ഞു സാഹിറന്മാരാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഫിർഔനിന്റെ സാഹിറന്മാരുടെ സംഘമുണ്ട്. അവരും മൂസാ നബി അലൈഹിസ്സലാമും തമ്മിൽ ഒരു മത്സരം വെച്ചു. അവർ ചെയ്യുന്ന സിഹറിനേക്കാൾ പരസ്പരം സിഹർ ചെയ്ത് വെക്കുന്ന ഒരു മത്സരം. അങ്ങനെ ആദ്യം ഫിർഔനിന്റെ സാഹിറന്മാർ അവരുടെ കയ്യിലുള്ള വടിയും കയറുമെല്ലാം ഇട്ട് അവർ സിഹർ കാരണത്താൽ അത് ചലിക്കുന്നതായി തോന്നിപ്പിക്കുന്ന പാമ്പിന്റെ രൂപത്തിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്തു. പിന്നെ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് വടിയിട്ട് മുഅ്ജിസത്തായിക്കൊണ്ട് യഥാർത്ഥ രൂപത്തിലുള്ള പാമ്പാവുകയും ആ മറ്റുള്ളവർ തോന്നിപ്പിച്ച ആ പാമ്പുകളെ വടിയെയും കയറിനെയും എല്ലാം അത് തിന്നുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ സഹറത്ത് ഫിർഔനിന്റെ സാഹിറന്മാർക്ക് മനസ്സിലായി മൂസാ നബി അലൈഹി ഇസ്ലാം കാണിച്ച എന്തല്ല സിഹ്റല്ല എന്ന്. കാരണം അവർക്കറിയാം സിഹറിന്റെ ആ മാന്ത്രികത്തിന്റെ എന്താണ് എങ്ങനെയാണ് കാര്യമെന്ന് അവർക്കറിയാം. പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാം കാണിച്ചത് ഒരിക്കലും സിഹറല്ല, അതൊരു ഹഖീഖത്താണ്, യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, അതൊരു മുഅ്ജിസത്താണ് എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ സുജൂദിലായി വീഴുകയും മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയും ഉണ്ടായി. ആ സമയത്ത് ഫിർഔൻ അവരോട് പറഞ്ഞു, ഞാൻ അനുവദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയോ അഥവാ അള്ളാഹുവിന് കീഴൊതുങ്ങുകയോ വിശ്വസിക്കുകയോ എന്ന് ചോദിച്ചു. എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ 2 ഭാഗങ്ങളിൽ നിന്നായി മുറിച്ചു കളയുമെന്ന് പറഞ്ഞു. അഥവാ വലത്തെ കൈ മുറിക്കുകയാണെങ്കിൽ ഇടത്തെ കാല്, ഇടത്തെ കൈ മുറിക്കുകയാണെങ്കിൽ വലത്തെ കാല്, അങ്ങനെ വിച്ഛേദിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ സാഹിറന്മാർ ഫിർഔനോട് പറയുന്നത്, ഇഖ്ളി മാ അൻത ഖാദ്, എന്ത് വേണമെങ്കിലും വിധിച്ചോളൂ, നിനക്ക് ദുനിയാവിൽ മാത്രമേ വിധിക്കാൻ സാധിക്കുകയുള്ളൂ, ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട ഒരു കാര്യം ഇനി ഞങ്ങൾ തിരിച്ചു പറയില്ല, ഞങ്ങൾ ഇതിൽ തന്നെ നിൽക്കുള്ളൂ എന്ന് പറയുന്നത്. ഇവിടെ ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നത്, ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം അള്ളാഹുവിനോടുള്ള ഹബ്ബാണ്. ആ ഹബ്ബ് അവിടെ അവരുടെ ഖൽബിൽ ഉറച്ചപ്പോൾ പിന്നെ അവർക്ക് എന്തായാലും കുഴപ്പമില്ല, അവരുടെ സ്വന്തത്തെ തന്നെ ആ ഫിർഔന് മുമ്പിൽ വിട്ടുകൊടുക്കണം. അവർ എന്ത് വേണമെങ്കിലും നീ ചെയ്തോളൂ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറയാൻ സാധിക്കുന്നത് ആ മഹബ്ബത്തിന്റെ ശക്തി കൊണ്ടാണെന്നാണ്. എന്നിട്ട് ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വമതാ തമക്കനത്തിൽ മഹബ്ബത്തു ഫിൽ ഖൽബി ലം തൻബഇസ് അൽ ജവാരിഹു ഇല്ലാ ഇലാ തആഅത്തി റബ്ബ്. എപ്പോഴാണോ അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഒരാളുടെ ഖൽബിൽ ഉറക്കുന്നത്, ആ മഹബ്ബത്ത് ഉറക്കുന്നത്, അങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള അള്ളാഹുവിന് അനുസരണമുള്ള കാര്യങ്ങളിലേക്കല്ലാതെ അത് ചലിക്കില്ല. അതിന്റെ അവയവങ്ങൾ പിന്നെ അള്ളാഹുവിന് അനുസരിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. വഹാദ ഹുവ മഅനൽ ഹദീസിൽ ഇലാഹി അല്ലദീ ഖറജഹു അൽ ബുഖാരി ഫീ സ്വഹീഹി. അതാണ് ഈ ഇനി വരാൻ പോകുന്ന ഹദീസിൽ സൂചിപ്പിച്ചിട്ടുള്ള ആശയം. ഹദീസുൽ ഇലാഹി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുള്ള ഹദീസ്. അങ്ങനെ ആ രീതിയിൽ വന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിന്റെ ആശയം ഇതാണ്: ഒരാളുടെ ഖൽബിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉറച്ചു കഴിഞ്ഞാൽ അവന്റെ അവയവങ്ങൾ പിന്നെ അള്ളാഹുവിനനുസരിക്കുന്ന അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിലേ മുഴുകുകയുള്ളൂ. എന്താണ് ഹദീസ്? അള്ളാഹു തആല പറഞ്ഞു, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. ഹദീസിന്റെ പകുതിയാണ് മൻ ആദ ലി വലിയൻ തുടങ്ങുന്ന ഹദീസാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്റെ അടിമ എന്നിലേക്ക് നഫ്ലുകൾ ചെയ്തുകൊണ്ട് അടുക്കും. അതായത് ഒരു അടിമയ്ക്ക് മേലെ നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ
പിന്നെ ഒരു അടിമ അള്ളാഹുലേക്ക് അടുക്കുന്നത് നഫ്ലായ ഐച്ഛികമായ കർമ്മങ്ങൾ ചെയ്തിട്ടാണ്. അങ്ങനെ ഐച്ഛികമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരടിമ എന്നിലേക്ക് അടുക്കും ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. അള്ളാഹു തആല പറയാം, അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് ഫർളുകൾ ചെയ്യുക, അതിനുശേഷം നഫ്ലുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലെത്തും. ഫൈദാ അഹ്ബബ്തുഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കാഴ്ച അത് ഞാനാകും. വയദഹു അല്ലതീ യബ്തിഷു ബിഹാ, അവൻ പിടിക്കുന്ന കൈകൾ അത് ഞാനാകും. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാലുകൾ ഞാനാകും. അവൻ കാണുന്ന ആ കണ്ണ്, നോട്ടം എന്നുള്ള ആശയത്തിൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ അവയവങ്ങൾ പിന്നെ അള്ളാഹുവിന് ഇഷ്ടമുള്ള കർമ്മങ്ങളിൽ മാത്രമേ മുഴുകുള്ളൂ. അവൻ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിലേക്ക് അവൻ നോക്കുകയില്ല. അവന്റെ കൽബിൽ അള്ളാഹുവിനോടുള്ള ഹബ്ബ് ഉറച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നിലേക്ക് അവന്റെ കൈ പോവുകയില്ല, അവന്റെ കാല് ചലിക്കുകയില്ല. വഫീ ബഅദ് റിവായാത്ത്, ചില റിവായത്തുകൾ കാണാം, ഫബി യസ്മഉ, എന്നെ കൊണ്ടാണ് പിന്നെ അവൻ കേൾക്കുക. വബി യുബ്സിറു, എന്നെ കൊണ്ടാണ് അവൻ കാണുക. വബി യബ്തിഷു, എന്നെ കൊണ്ടാണ് അവൻ പിടിക്കുക. വബി യംശി, എന്നെ കൊണ്ടാണ് അവൻ നടക്കുക. അഥവാ അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ മാത്രമായിരിക്കും പിന്നെ അവന്റെ ജീവിതം ഉണ്ടാവുക, അവന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ അവയവങ്ങൾ ചലിക്കുന്നുണ്ട് എങ്കിൽ, ഹറാമുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം യഥാർത്ഥ രൂപത്തിലായിട്ടില്ല, യഥാർത്ഥ രൂപത്തിൽ അതിന്റെ പരിപൂർണതയിൽ എത്തിയിട്ടില്ല. ആ ഇഷ്ടത്തിനേക്കാൾ വേറെ ഒരു താല്പര്യത്തിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം ചെന്നു വീഴുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദർശകളെല്ലാം പറഞ്ഞ പോലെ ഹവയെ ഇലാഹാക്കുന്ന ആ ആശയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയാണ് വൽ മഅന, ഇതിന്റെ ആശയം അന്ന മഹബ്ബത്തല്ലാഹി ഇദ ഇസ്തഗ്റഖ ബിഹാ അൽ ഖൽബ്, ഒരാളുടെ കൽബ് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ, അതിൽ ആണ്ടിറങ്ങിക്കഴിഞ്ഞാൽ, വസ്തവലത് അലൈഹി, അത് ഉന്നതമായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, ലം തൻബഇസ് അൽ ജവാരിഹു ഇല്ലാ ഇലാ മറാദിർ റബ്ബ്, അവന്റെ അവയവങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കല്ലാതെ ചലിക്കുകയില്ല, അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിലേക്കല്ലാതെ ചലിക്കുകയില്ല. വസാറത്തിൻ നഫ്സു ഹീനഹിദിൻ മുത്മഇന്നതൻ, അങ്ങനെ അവന്റെ നഫ്സ് എന്താകും? അവന്റെ മനസ്സ്, അവന്റെ നഫ്സ് സമാധാനമടഞ്ഞ അവസ്ഥയിലാകും. അള്ളാഹു തൃപ്തിപ്പെടുമ്പോഴാണ് ഒരാളുടെ നഫ്സ് സമാധാനമടഞ്ഞ അവസ്ഥയിലാവുക. അള്ളാഹു തൃപ്തിപ്പെടുന്നതിലേക്ക് മാത്രം മുന്നേറണമെങ്കിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഒരാളുടെ ഖൽബിൽ ഉറച്ചിരിക്കണം. ഫഫനിയത് ബിഇറാദതി മൗലാഹ അൻ മുറാദിഹാ വഹവാഹാ, അവന്റെ പിന്നെ ഇച്ഛയെക്കാളും അവന്റെ ആഗ്രഹങ്ങളെക്കാളുമെല്ലാം അള്ളാഹുവിന്റെ, അവന്റെ റബ്ബിന്റെ ആഗ്രഹങ്ങളും അവന്റെ റബ്ബിന്റെ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവന്റെ റബ്ബിന്റെ കൽപ്പനകൾ അതായിരിക്കും അവന് ഏറ്റവും പ്രധാനമുള്ളതായിട്ട് മാറുക, അതായിരിക്കും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ അവനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ മാത്രമായി അവന്റെ ജീവിതം മാറും. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, യാ ഹാദാ, അത് കേൾക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ട്, ഇത് വായിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയാം, യാ ഹാദാ, നീ മനസ്സിലാക്കണം, ഉഅ്ബുദുല്ലാഹ് ലിമുറാദിഹി മിൻക ലാ ലിമുറാദിക മിൻഹു, നീ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് അവൻ നിന്നിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്, നിനക്ക് തോന്നിയതുപോലെയല്ല. നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടല്ല, അള്ളാഹു നിന്നിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഫമൻ അബദഹു ലിമുറാദിഹി മിൻഹു ഫഹുവ മിമ്മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, അവന്റെ ആഗ്രഹത്തിന് വേണ്ടി, അവന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, അവന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഒരുവൻ അള്ളാഹുവിനെ ആരാധിക്കുകയാണെങ്കിൽ അവനൊരു ഓരത്ത് നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നവനെ പോലെ ആവുകയുള്ളൂ. അവൻ അള്ളാഹുവിനെ തന്നെ ആരാധിക്കുന്നു, പക്ഷേ അവന് ചിലപ്പോൾ ദുനിയാവിയായ നേട്ടങ്ങൾ വേണം. അള്ളാഹുവിനെ ആരാധിച്ച് ജീവിച്ചാൽ, അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ദുനിയാവിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ, അത് ദുനിയാവിലെ കാര്യങ്ങൾ എളുപ്പമാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അവന്റെ ആഗ്രഹങ്ങൾക്കും അവന്റെ ഉദ്ദേശങ്ങൾക്കും വേണ്ടി മാത്രമാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നതെങ്കിൽ ഓരത്ത് നിന്ന് ആരാധിക്കുന്നവനെ പോലെയാണ്. ഇന്ന അസ്വാബഹു ഖൈറുൻ ഉത്മഅന്ന ബിഹി, അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവന് ഖൈറുണ്ടായിക്കഴിഞ്ഞാൽ, അവനെന്തെങ്കിലും ഖൈറായ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനതിൽ സന്തോഷിക്കും, സമാധാനം കൊള്ളും. വഇന്ന അസാബത്ഹു ഫിത്നത്തുൻ ഇൻഖലബ അലാ വജ്ഹിഹി ഖസിറ ദുനിയ വൽ ആഖിറ, അവന് വല്ല പരീക്ഷണം വന്നെത്തിയാലോ അവന്റെ മുഖം തിരിച്ചു കളഞ്ഞ്
പോകുന്ന ഒരുവനായി മാറും. അവന്റെ ദുനിയാവും പരലോകവും എല്ലാം നശിക്കുന്ന അവസ്ഥയിലാണ് അവനുണ്ടാവുക എന്ന് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നത് ഖുർആനിലെ ആയത്താണ്. ഖുർആനിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ പറയുന്നത് ചില ആളുകൾ അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നത് അവരുടെ ദുനിയവിയായ ജീവിതം നല്ല രീതിയിലാകാനുള്ള ലക്ഷ്യത്തിൽ മാത്രമായിരിക്കും. ഇപ്പൊ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഫമിനൻ നാസ് മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. ചില ആളുകളുണ്ട്, അവർ ദുനിയാവിൽ നന്മ വേണമെന്ന് മാത്രം അള്ളാഹുവിനോട് തേടുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ വേറെ ആയത്തിൽ കാണാം, മൻ കാന യുരീദു സവാബദ് ദുനിയ ഫഇൻദല്ലാഹി സവാബുദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ അടുക്കലാണ് ദുനിയാവിന്റെയും പരലോകത്തിന്റെയും പ്രതിഫലമുള്ളത് എന്ന് ധാരാളം ആയത്തുകളിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ആശയം ഇബ്നു റജബ് ഹംബലി പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ഹജ്ജിലെ 11ാമത്തെ ആയത്താണ്. വമിനൻ നാസ് മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ. ആ ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവരൊരു അറ്റത്ത് നിന്ന് ഒരു ഓരത്ത് നിന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. അഥവാ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നിറഞ്ഞിട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ആഗ്രഹം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല, അവരുടെ ഭൗതികമായ നേട്ടങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഫൈൻ അസ്വാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി. അവർക്ക് നന്മ ബാധിച്ചാൽ അവരത് തൃപ്തിപ്പെടും, സന്തോഷിക്കും, സമാധാനം കൊള്ളും. വൈൻ അസ്വാബത്ഹു ഫിത്നത്തുൻ ഇൻഖലബ അലാ വജ്ഹിഹി ഖസിറ ദുനിയ വൽ ആഖിറ. സൂറത്തുൽ ഹജ്ജിലെ 11ാമത്തെ ആയത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആയത്ത്. ഇവിടെ ആകെത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ മറ്റൊരു താല്പര്യവുമില്ലാതെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, ആ ഇഷ്ടം നിലനിൽക്കുന്നത് അള്ളാഹുവിനോടുള്ള ഭയത്തിന്റെയും പ്രതീക്ഷയുടെ മേലെയാണ്. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളായിട്ട് മാറണം. അപ്പോഴാണ് അതിന്റെ പൂർണ്ണതയിൽ എത്തുക. എന്നിട്ട് പറയാണ്, വമതാ ഖവിയത്തിൽ മഅരിഫതു വൽ മഹബ്ബതു ലം യുരിദ് സാഹിബുഹാ ഇല്ലാ മാ യുരീദുഹു മൗലാഹ്. എപ്പോഴാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഉള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അവന്റെ ഇഷ്ടവും ശക്തിപ്പെടുന്നത്, അഥവാ അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ ശക്തിപ്പെടണം, അപ്പോഴാണ് അവന്റെ ഇബാദത്ത് പൂർണ്ണമാവുന്നത്. വഫി ബഅദിൽ കുതുബി സലഫ്, സലഫുകളുടെ ചില റിവായത്തുകൾ കൊടുത്തിട്ടുള്ള ഒരു അസർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് അതിന്റെ സനദ് ശരിയല്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. വറവാ ഇബ്നു അബി ദുനിയ ബി ഇസ്നാദിഹി അനിൽ ഹസൻ. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതായിട്ട് ഇബ്നു അബി ദുനിയ പറയുന്നുണ്ട്, ഖാല മാ നവർതു ബിബസരി. ഞാൻ എൻ്റെ നോട്ടം കൊണ്ട്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. വലാ നതഖ്തു ബിലിസാനി, എൻ്റെ നാവ് കൊണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. വലാ ബതശ്തു ബിയദി, എൻ്റെ കൈ കൊണ്ട് ഞാൻ പിടിച്ചിട്ടില്ല. വലാ നഹൽതു അലാ ഖദമി, എൻ്റെ കാലുകൊണ്ട് ഞാൻ എഴുന്നേറ്റിട്ടില്ല. ഹത്താ അൻദുറു അലാ ത്വാഅത്തിൻ ഔ മഅസിയത്തിൻ, ഞാൻ നോക്കാതെ ഇത് അള്ളാഹുവിനോടുള്ള അനുസരണത്തിനാണോ അള്ളാഹുവിനോടുള്ള അനുസരണക്കേടിനാണോ എന്ന് നോക്കാതെ. ഫൈൻ കാനത് ത്വാഅതൻ തഖദ്ദംതു, അള്ളാഹുവിനുള്ള അനുസരണത്തിനാണെങ്കിൽ ഞാൻ അതിലേക്ക് മുന്നിടും. വൈൻ കാനത് മഅസിയതൻ തഅഖർതു, അള്ളാഹുവിനോടുള്ള അനുസരണക്കേടിനാണെങ്കിൽ ഞാനൊന്ന് പിൻവലിയും. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള അനുസരണത്തിന്, അള്ളാഹുവിന്റെ ഇഷ്ടം നേടിത്തരുന്ന, അള്ളാഹുവിന്റെ തൃപ്തി നേടിത്തരുന്ന ഒരു കാര്യമാണോ അല്ലയോ? അതല്ല അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന, വെറുപ്പിന് കാരണമാകുന്ന ഒരു കാര്യമാണോ അല്ലയോ? അള്ളാഹുവിന്റെ തൃപ്തി നേടിത്തരുന്നതാണെങ്കിൽ അതിൽ മുന്നേറണം, അതല്ല എങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങി അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ഹാദാ ഹാലു ഖവാസിൽ മുഹിബ്ബീന സ്സാദിഖീൻ. ഈ പറഞ്ഞൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സത്യസന്ധമായി പൂർണ്ണമായി ഇഷ്ടപ്പെടുന്ന പ്രത്യേകം ആളുകളുടെ അവസ്ഥയാണ്. അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിൽ സിദ്ഖ് കാണിക്കുന്ന പ്രത്യേകമുള്ള ആളുകളുടെ അവസ്ഥയാണ്. ഫഫ്ഹമു റഹിമകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചൊരിയട്ടെ. ഫഫ്ഹമു റഹിമകുമുല്ലാഹ് ഹാദാ, നിങ്ങളിത് മനസ്സിലാക്കുക, നിങ്ങളിത് ചിന്തിച്ച് മനസ്സിലാക്കുക. ഫഇന്നഹു മിൻ ദഖായിഖി അസ്റാരി തൗഹീദിൽ ഗാമിദ, തൗഹീദിന്റെ അങ്ങേയറ്റത്തെ രഹസ്യത്തിൽപ്പെട്ട കാര്യമാണിത്, തൗഹീദിന്റെ രഹസ്യത്തിൽപ്പെട്ട കാര്യമാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാ. നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത് ഈ കിതാബിൽ ചർച്ച ചെയ്യുന്നത് ആ ഇഖ്ലാസിന്റെ ഏറ്റവും തഹ്ഖീഖ് ചെയ്യുന്ന, പരിപൂർണതയിലെത്തുന്ന, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ പരിപൂർണതയിലെത്തുന്ന, തൗഹീദിന്റെ പരിപൂർണതയിലെത്തുന്ന ആളുകളുടെ വിശേഷണങ്ങളും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം വലായത്തിന്റെയും
അതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്തെത്തിയവരുടെ അവസ്ഥയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ചിന്തിച്ച് മനസ്സിലാക്കാനെങ്കിലും തയ്യാറാവണം. ദീനിൽ നമുക്ക് എത്തിച്ചേരാകുന്ന, നമുക്ക് എത്തിപ്പിടിക്കാവുന്ന, നമ്മുടെ ഇൽമു കൊണ്ടും അമല് കൊണ്ടും എത്തിപ്പിടിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്, ദുനിയാവിലുണ്ട്. അത് എത്തിപ്പിടിക്കാനാണ് അള്ളാഹു ദുനിയാവിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. ഇപ്പൊ മിഫ്താഹ് ദാരി സആദ എന്ന ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹുവിന്റെ കിതാബിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിലൊരു ചർച്ചയുണ്ട്, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്, അതിനുള്ള ഹിക്മത്ത് എന്താണെന്നുള്ളത്. ആ ചർച്ചയിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദുനിയാവിൽ നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും സ്വർഗത്തിലെത്തിയിട്ട് അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ഒരു ഇഷ്ടം ഒഴിവാക്കാൻ പറ്റൂല. അങ്ങനെ ഒരു അവസരം സ്വർഗത്തിലില്ല. അള്ളാഹുവിന് വേണ്ടി ഷഹീദാവാൻ സ്വർഗത്തിൽ പറ്റൂല, ദുനിയാവിലേ പറ്റുള്ളൂ. അള്ളാഹുവിന് വേണ്ടി തക്കല്ലുഫായിക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ദുനിയാവിലേ പറ്റുള്ളൂ, സ്വർഗത്തിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ദുനിയാവിൽ നമുക്ക് എത്തിപ്പിടിക്കേണ്ട ചില സ്ഥാനങ്ങളുണ്ട്, എത്തിപ്പിടിക്കേണ്ട ചില ദറജകളുണ്ട്. നമ്മൾ ഒരിക്കലും എല്ലാം തികഞ്ഞവരായിട്ട് നിൽക്കേണ്ടവരല്ല, പരിശ്രമിക്കേണ്ടവരാണ്. ഇതിനെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കി പരിശ്രമിക്കേണ്ട ആളുകളാണ്. അതാണ് ഇബ്നു ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കും, മനസ്സിലാക്കി. ഇതാണ് തൗഹീദിന്റെ രഹസ്യമായിട്ടുള്ള കാര്യം, അതിന്റെ ആഴത്തിലുള്ള രഹസ്യമായിട്ടുള്ള കാര്യം ഇതാണ്. എന്നിട്ട് പറയാണ്, വഇലാ ഹാദൽ മഖാമി അശാറ النبي صلى الله عليه وسلم في خطبته لما قدم المدينة حيث قال أحب الله من كل قلوبكم وقد ذكرها ابن إسحاق وغيره. ഇബ്നു ഇസ്ഹാഖ് പോലെയുള്ള സീറയുടെ പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള ഒരു അസർ കാണാം. അതിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി ഖുതുബ നിർവഹിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഹിബ്ബുല്ലാഹ മിൻ കുല്ലി ഖുലൂബിക്കും, നിങ്ങളുടെ പൂർണ്ണമായ കൽബ് കൊണ്ട്, കൽബിൽ പൂർണ്ണമായിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ദീനിന്റെ ഏറ്റവും കാമ്പായിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനെ ഇഷ്ടം. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. فإن من امتلأ قلبه من محبة الله لم يكن فيه فراغ لشيء من إرادة النفس والهوى. ആരാണോ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൽബിൽ നിറയ്ക്കുന്നത്, അവന്റെ ഇച്ഛകൾക്കോ അല്ലെങ്കിൽ അവന്റെ നഫ്സിന്റെ താല്പര്യങ്ങൾക്കോ ഒന്നും ഒരു സ്ഥലവുമില്ല. പൂർണ്ണമായും കൽബിൽ അള്ളാഹുവിനെ നിറച്ചിട്ടുള്ളത്. വഇലാ ദാലിക അശാറൽ ഖായിലു ബിഖൗലിഹി. അതിലേക്കാണ് ഈ കവിതയുടെ, ഇനി ഒരു കവിതയുടെ ബൈറ്റുകൾ കൊടുക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള ആ ആശയം അങ്ങനെയാണ്, പൂർണ്ണമായി കൽബിൽ അള്ളാഹുവിനെ നിറക്കുന്നത്. ഇതിൽ കവിതയുടെ ബൈറ്റ് പറയാണ്, അറൂഹു ഖദ് ഖതംത അലാ ഫുആദി ബിഹുബ്ബിക അൻ യഹുല്ല ബിഹി സിവാക. ഞാൻ എൻ്റെ കൽബിൽ പൂർണ്ണമായി, അള്ളാഹുവിനോട് പറയാണ്, നിന്നെ പൂർണ്ണമായി ആക്കിക്കൊണ്ട് ഞാൻ അതിനെ പൂട്ടിവെച്ചിട്ടുണ്ട്, വേറൊരാളും അതിലില്ല. ഫലൗ അന്നി ഇസ്തതഅതു ഗവൽതു തർഫി ഫലം അൻദുർ ബിഹി ഹത്താ അറാക. എനിക്ക് സാധിക്കുമായിരുന്നെങ്കിൽ നിന്നെ കാണുന്നത് വരെ മറ്റൊന്നിലേക്കും നോക്കാതെ ഞാൻ എൻ്റെ കണ്ണുകൾ അടക്കുമായിരുന്നു. ഉഹിബ്ബുക ലാ ബിബഅദി ബൽ ബികുല്ലി വഇല്ലം യുബ്ഖി ഹുബ്ബുക ലി ഹിറാക. ഞാൻ കുറച്ചായിക്കൊണ്ടല്ല, പൂർണ്ണമായിക്കൊണ്ട് നിന്നോടുള്ള ഇഷ്ടം എനിക്ക് പൂർണ്ണമായിട്ടുണ്ട് എന്ന്, പൂർണ്ണമായിട്ട് നിന്നോടുള്ള ഇഷ്ടമാണ്, വേറൊന്നും എൻ്റെ കയ്യിലില്ല. വഫിൽ അഹ്ബാബി മഖ്സൂസുൻ ബിവജ്ദിൻ വആഖറ യദ്ഇ മഅഹു ഇഷ്തിറാക. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ആ ഇഷ്ടം അവർ അത് അനുഭവിക്കുന്നതിലൂടെ അവരിൽ നിന്ന് അത് അറിയാൻ സാധിക്കും. വേറെ ചില ആളുകളുണ്ട്, അവർ വാദിക്കും അള്ളാഹുവിനോടുള്ള ഇഷ്ടം, പക്ഷേ ആ ഇഷ്ടത്തിൽ അവർ പങ്കു ചേർക്കുന്നുണ്ടാകും. അവരുടെ കവിളുകളിലൂടെ കണ്ണുനീർ ഒറ്റുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് യഥാർത്ഥത്തിൽ കരയുന്നവർ അല്ലെങ്കിൽ കരച്ചിൽ അഭിനയിക്കുന്നവർ. യഥാർത്ഥ രൂപത്തിൽ കരയുന്നവർ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്താൽ ലയിച്ചു പോകും. അല്ലാത്ത ആളുകൾ വെറുതെ കാണിച്ചു കൂട്ടുന്ന, പരാതിപ്പെടുന്ന അവസ്ഥയിൽ മാത്രമേ കാണിക്കുകയുള്ളൂ. അഥവാ അള്ളാഹുവിനോട് ഇഷ്ടത്തെ പറ്റി ബൈറ്റ് ഒരു കവിതയായിട്ട് പറഞ്ഞു എന്ന് മാത്രം. എന്നിട്ട് ഇബ്നു ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ومتى بقي للمحب من نفسه حظ فما بيده من المحبة إلا الدعوة. متى بقي للمحب من نفسه حظ فما بيده من المحبة إلا الدعوة.
ഇവിടെ അവസാനം പറഞ്ഞ കവിതയിൽ അവസാനം പറഞ്ഞ ചില ആളുകൾ അവർ വെറുതെ വർത്തമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അവർ ഒരു വാദിക്കുന്ന മാത്രമേ ഉണ്ടാവുകയുള്ളൂ അള്ളാഹുവിനോടുള്ള ഇഷ്ടം. യഥാർത്ഥ രൂപത്തിൽ അവർക്ക് ആ ഇഷ്ടമുണ്ടാകില്ല. ഇന്നമൽ മുഹിബ്ബു മയ്യഫ്ന അൻ ഹവാ നഫ്സിഹി കുല്ലിഹി. യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹവയേക്കാളും അവരുടെ മറ്റ് ഇച്ഛകളെക്കാളുമെല്ലാം അള്ളാഹുവിനോടുള്ള ഇഷ്ടം മുന്തി നിൽക്കും. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണത്താൽ അള്ളാഹുവിനെ കൊണ്ട് കാണുകയും കേൾക്കുന്നവരുമാണ്. അഥവാ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ, അള്ളാഹുവിനോട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ, അതിലേക്ക് മാത്രമേ മുഴുകുകയുള്ളൂ. നേരത്തെ പറഞ്ഞ ആ ആശയം അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെയും പാപങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെയും നമ്മുടെ അവയവങ്ങൾ അള്ളാഹുവിനുള്ള അനുസരണത്തിൽ മുന്നിടുന്നതിൻ്റെയും അടിസ്ഥാനം. فمتى كان القلب فيه غير الله فالله أغنى الأغنياء عن الشرك. ഇനി ഒരാളുടെ കൽബിൽ അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിനോടൊപ്പം മറ്റാരോടെങ്കിലുമുള്ള ഇഷ്ടമാണ് കൽബിൽ നിറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഫല്ലാഹു അഗ്നൽ അഗ്നിയായി അനി ശിർക്ക്. ഒരു തരത്തിലുള്ള പങ്കുകാരും അള്ളാഹുവിന് ആവശ്യമില്ല. ഒരു തരത്തിലുള്ള പങ്കുകാരും അള്ളാഹുവിന് ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ദർസുകളെല്ലാം പറഞ്ഞ ആശയത്തിലാണ് സംസാരിക്കുന്നത്. അഥവാ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടൊപ്പം വേറൊരു ഇഷ്ടം ആ കൽബിൽ മത്സരിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിനോടൊപ്പം ആ മത്സരത്തിനുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിന്റെ ആവശ്യമില്ല. അള്ളാഹു ഏതൊരു പങ്കു ചേർക്കുന്നതിൽ നിന്നും ഗനിയായിട്ടുള്ളവനാണ്. എന്നിട്ട് പറയാണ് വഹുവ ലാ യർവാ ബിമുസാഹമതി അസ്നാമിൽ ഹവാ. അള്ളാഹു തആല ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹുവിനോടൊപ്പം വേറെ മുസാഹമത്തി അസ്നാമിൽ ഹവ. ഹവ എന്ന് പറഞ്ഞാൽ ഇച്ഛ, അസ്നാം എന്ന് പറഞ്ഞാൽ പൊതുവെ അർത്ഥം വിഗ്രഹങ്ങൾ എന്നാണ്. എന്നാൽ സ്വനം എന്നുള്ള പദം എന്തർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്? അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതെല്ലാം സ്വനമുകളാണ് എന്നുള്ള ആശയത്തിലും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അള്ളാഹു അല്ലാതെ സ്വന്തം ഇച്ഛയെ, സ്വന്തം ദേഹേച്ഛയെ അനുസരിക്കുന്ന അവസ്ഥയിൽ ഒരാൾ അള്ളാഹുവിനോട് ചേർക്കുന്ന ഒരു അവസ്ഥ അള്ളാഹുവിന് ആവശ്യമില്ല, അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല. അൽ ഹഖ് തആല ഗയൂറുൻ. അള്ളാഹു സുബ്ഹാനഹു തആല ഗയൂറാണ്, ഗൈറത്തുള്ളവനാണ് അള്ളാഹു തആല. അഥവാ അള്ളാഹു ഒരടിമ ഹറാമ് ചെയ്യുന്നതിന്റെ മേലെ ഗൈറത്തുള്ളവനാണ് അള്ളാഹു തആല. ഗൈറത്ത് എന്ന് പറഞ്ഞ പദം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഒരാൾക്ക് പ്രത്യേകമായിട്ടുള്ളതിൽ വേറൊരാൾ പങ്കു ചേർക്കുന്നതിനാണ് ഗൈറത്ത് എന്ന് പറയുന്നത്. സാധാരണ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഭാര്യാഭർത്താക്കന്മാർക്കിടയിലാണ്. അഥവാ തന്റെ സ്വന്തമായിട്ടുള്ള ഭാര്യ, ആ ഭാര്യ വേറൊരു അന്യപുരുഷനുമായിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അന്യപുരുഷൻ കാണുന്നതോ അതിന്റെ മേലെ ഗൈറത്ത് ഉണ്ടാവും ഭർത്താവിന്. അതാണ് ഗൈറത്തിന്റെ മനുഷ്യരുടെ ഇടയിലുള്ള ആശയം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഗൈറത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു അടിമ ഹറാമ് ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഗൈറത്ത് ഉണ്ടാകും. അതുപോലെ അള്ളാഹു ഗൈറത്തുള്ളവനാണ്, അള്ളാഹു തആല ഗൈറത്തുള്ളവനാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു അടിമ പൂർണ്ണമായും അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, അതിൽ മത്സരിക്കാൻ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല. യഗാറു അലാ അബ്ദിഹിൽ മുഅ്മിൻ അൻ യസ്കുന ഫീ ഖൽബിഹി സിവാഹു. ഒരു മുഅ്മിനായ അടിമ അള്ളാഹുവിന് പുറമെ വേറെ ആരെങ്കിലും കൽബിൽ വെക്കുക എന്നുള്ളത് അള്ളാഹു തആല അതിന്റെ മേലെ ഗൈറത്തുള്ളവനാണ്. അള്ളാഹു തആല ഗൈറത്തുള്ളവനാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അതുപോലെ ധാരാളം പണ്ഡിതന്മാർ പറയാറുള്ള, ചരിത്രത്തിൽ നിന്ന് പറയാറുള്ള സംഭവമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജാദുൽ മആദിലും ദാഊദ് ദവായിലും ഇബ്നുൽ ജൗസി സയ്യിദുൽ ഖാത്തിറിലും എല്ലാം ഈ സംഭവം പറഞ്ഞത് കാണാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഇസ്മായിൽ നബിയോട് തന്റെ പ്രായാധിക്യത്തിൽ കിട്ടിയ മകനാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആണെങ്കിൽ അള്ളാഹുവിന്റെ ഖലീലാണ്. ഹബ്ബിന്റെ ഉന്നതമായ സ്ഥാനമാണ് ഖുല്ലത്ത്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഖൽബിൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് എന്തോ ഒരു സ്ഥാനമുണ്ട്, എന്തോ ഭാഗത്ത് പ്രത്യേക ഒരു സ്ഥാനം ലഭിച്ചിട്ടുണ്ട് എന്നതിന്റെ മേലെയുള്ള ആ ഗൈറത്തായിരുന്നു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാനുള്ള കൽപ്പന എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. കാരണം അള്ളാഹു തആല ഒരു അടിമയുടെ ഖൽബിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഇഷ്ടപ്പെടുന്നതാവാൻ അള്ളാഹുവിന് അങ്ങനെയാണ് വേണ്ടത്. അതല്ലാത്ത രീതിയിൽ ഒന്ന് അള്ളാഹു തആല തൃപ്തിപ്പെടുകയില്ല. എന്നിട്ട് പറയാണ് വയകൂന ഫീഹി ശൈഉൻ ലാ യർളാഹു. അള്ളാഹു അതിൽ വേറെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, ഒരു മുഅ്മിനിന്റെ ഖൽബിൽ അള്ളാഹുവിനോടൊപ്പം വേറൊരാളുണ്ട് എങ്കിൽ അള്ളാഹു അത് തൃപ്തിപ്പെടുന്നില്ല. എന്നിട്ട് ഒരു ബൈറ്റ് കൊടുക്കുകയാണ്, അറദ്നാകും സിർഫൻ ഫലമ്മ മസജ്തും ബഅദ്തും ബിമിഖ്ദാരി ഇൽതിഫാതികും അന്നാ
وقلنا لكم لا تسكنوا القلب غيرنا فاسكنتم الأغيار ما أنتم منا. നാം പിന്നെ ഒരു കവിതയായിട്ട് പറയാറ്, നാം ഉദ്ദേശിക്കുന്നത് നിന്റെ ഉള്ളിൽ നാമല്ലാതെ ഒന്നിനെയും ചേർക്കരുത് എന്നുള്ളതാണ്. നീ നമ്മിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമ്പോൾ അത്രത്തോളം അകന്നു പോവുകയാണ്. നാമല്ലാതെ വേറൊരാളിന്റെ കൽബിൽ ഉള്ളത് കൊണ്ട് ഗൈറത്ത് തോന്നിയിരിക്കുകയാണ് നീ വേറൊരാളെ കൽബിൽ വെച്ചുകൊണ്ട് എന്ന്. അതായത് സാധാരണ ഇത് പിന്നെ അല്ലാതെയുള്ള ഗൈറത്തുണ്ടാകുന്ന വിഷയങ്ങളിലെല്ലാം എഴുതുന്ന ബൈത്തുകളാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയുടെ കൽബിൽ അള്ളാഹു അല്ലാതെ വേറൊരാൾക്ക് കൂടുതൽ സ്ഥാനം വരുന്നത് അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ തൗഹീദിന്റെ ഉന്നതമായ അവസ്ഥയിൽ നമ്മൾ എത്തണമെങ്കിൽ പൂർണ്ണമായും നമ്മുടെ കൽബിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിറയ്ക്കുകയും അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ അവസ്ഥയിൽ നമുക്ക് എത്താൻ സാധിക്കുക. എന്നിട്ട് ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ലാ യൻജു ഗദൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. നാളെ പരലോകത്ത് ഒരാളും രക്ഷപ്പെടില്ല സലീമായ ഖൽബ് കൊണ്ട് വന്നവനല്ലാതെ. സലീമായ ഖൽബ് കൊണ്ട് വന്നവനല്ലാതെ. സലീമായ ഖൽബ് ലൈസ ഫീഹി സിവാ, അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഖൽബ്. قال الله تعالى, الله تعالى പറഞ്ഞു സൂറത്ത് ശുഅറായിൽ, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. നാളെ പരലോകത്ത് ഒരാൾക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം തോന്നുന്ന അവന്റെ സമ്പത്തോ അവൻ ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ സന്താനങ്ങളോ അവിടെ ഉണ്ടാവില്ല. എന്തുമാത്രമേ ഉണ്ടാവുകയുള്ളൂ? സലീമായ ഖൽബ് കൊണ്ട് വന്ന ഒരുവൻ മാത്രമേ അവിടെ എന്തെങ്കിലും ഉപകാരം അവന് ലഭിക്കുകയുള്ളൂ. സലീമായ ഖൽബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രം. അവന്റെ സംസാരം അള്ളാഹുവിന് വേണ്ടിയാണ്, അവന്റെ ഇഷ്ടം അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ വെറുപ്പ് അവന്റെ വെറുപ്പ് അള്ളാഹുവിന് വേണ്ടിയാണ്, അവന്റെ ചലനം അള്ളാഹുവിന് വേണ്ടിയാണ്, അവനൊന്നും ചലിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതും അള്ളാഹുവിന് വേണ്ടിയാണ്, അവൻ ചിന്തിക്കുന്നത് അള്ളാഹുവിനെ പറ്റിയാണ്. പൂർണ്ണമായും അള്ളാഹുവുമായിട്ട് ഖൽബ് ബന്ധപ്പെട്ട അവസ്ഥ. എന്നിട്ട് പറയാണ് അൽ ഖൽബു സലീം. സലീമായ ഖൽബ് എന്ന് പറഞ്ഞാൽ ഹുവ ത്വാഹിറു മിൻ അദ്നാസിൽ മുഖാലഫാത്ത്. എതിരായി വരുന്ന അള്ളാഹു അല്ലാതെ എതിരായി നിൽക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതുകൊണ്ടൊന്നും അഴുക്കാവാത്ത രീതിയിൽ ശുദ്ധമായിട്ടുള്ള ഖൽബിലാണ് ഖൽബു സലീം എന്ന് പറയുന്നത്. ഫഅമ്മൽ മുതലത്തിഖു ബിശൈഇൻ മിനൽ മക്റൂഹാത്ത് ഫലാ യസ്ലുഹു ലിമുജാവറതി ഹദറത്തിൽ ഖുദ്ദൂസ്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അതുകൊണ്ട് അഴുക്ക് പറ്റിയ അവസ്ഥയിലാണ് ആ ഖൽബുള്ളത് എങ്കിൽ അതൊരിക്കലും ഖുദ്ദൂസായ പരിശുദ്ധനായ അള്ളാഹുവിന്റെ ഹദറത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് എത്താൻ യോഗ്യനായിട്ടുള്ള ഒന്നല്ല. ഇവിടെ ഇത് നിർത്തിയിട്ട് നമ്മൾ ഖൽബു സലീം അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഖൽബു സലീം എന്നതിനെ പറ്റി ഖുർആനിൽ 2 സ്ഥലങ്ങളിലാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖൽബ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്, 2 ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ ആയിട്ട്. സൂറത്ത് ശുഅറായിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്റെ സിഫത്തുകളും ചരിത്രവും പറയുന്ന ആ സന്ദർഭത്തിൽ പറഞ്ഞ കാര്യമാണ് ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം എന്നുള്ളത്. അതേസമയം സൂറത്ത് സ്വാഫാത്തിൽ അല്ലാഹു തആല പറഞ്ഞു വഇന്ന മിൻ ശീഅതിഹി ലഇബ്രാഹിം ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സലീമായ ഖൽബ് കൊണ്ട് വന്ന ആളാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. സലീമായ ഖൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളിൽ നിന്ന് പ്രധാനമായും അത് ഒഴിവായിരിക്കണം. അഥവാ ഒരു മനുഷ്യന്റെ ഖൽബിനെ തെറ്റിച്ചു കളയുന്ന ശുബ്ഹത്തുകളിൽ നിന്നും ശഹവത്തുകളിൽ നിന്നും ഒഴിവായിട്ടുള്ള ഖൽബിലാണ് സലീമായ ഖൽബ് എന്ന് പറയുക. ശുബ്ഹത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിയിച്ചിട്ടുള്ള ഖബറുകൾക്ക്, അറിയിപ്പുകൾക്ക് എതിരാകുന്നതിനാണ് ശുബ്ഹത്ത് എന്ന് പറയുക. ഷഹവത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനങ്ങളും അതിനെതിരാകുന്നതിനാണ് ഷഹവത്ത് എന്ന് പറയുക. ഈ 2 കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുന്നതിനാണ് അൽ ഖൽബു സലീം എന്ന് പറയുക. ചില പണ്ഡിതന്മാർ ഒന്നുകൂടി ആഴത്തിൽ അതിനെ വിശദീകരിച്ചു. എന്താണ് അൽ ഖൽബു സലീം? അന്നഹു അൽ ഖൽബ് അല്ലദീ അസ്ലമ വസലിമ വസല്ലമ വസാലമ വസ്തസ്ലമ. ഖൽബു സലീം എന്ന് പറഞ്ഞാൽ അല്ലദീ അസ്ലമ വസലിമ വസല്ലമ വസാലമ വസ്തസ്ലമ. അറബി ഭാഷയിൽ ഒരു കാര്യത്തെ വ്യത്യസ്ത രൂപത്തിൽ ആശയങ്ങൾ ചില ചെറിയ വ്യത്യാസത്തിൽ പറയുന്നതാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അസ്ലമ ലില്ലാഹ്, അള്ളാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങിയ ഖൽബ്. വസലിമ മിമ്മാ യഖ്തഉ മിൻഹു, അള്ളാഹുവിൽ നിന്ന് നമ്മെ അകറ്റുന്ന കാര്യങ്ങൾ എന്താണോ അതിൽ നിന്നെല്ലാം സുരക്ഷിതമായിട്ടുള്ള ഖൽബ്. വസല്ലമ ലിഖവാഇഹി, അള്ളാഹുവിന്റെ വിധിയോട് പൂർണ്ണമായി കീഴൊതുങ്ങിയിട്ടുള്ള ഖൽബ്.
വസാലമ ഔലിയാഹു അള്ളാഹുവിന്റെ വലിയകളോട് യോജിച്ചിട്ടുള്ള ഖൽബ്, വസ്തസ്ലമ ലിശർഇഹി അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു ഖൽബ്. അതാണ് അൽ ഖൽബു സലീം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. ഇബ്നു ജൗസി റഹിമഹുള്ളയുടെ അദ്ദേഹത്തിന്റെ തബ്സിറ എന്ന കിതാബിൽ ഒരു ബൈത്ത് കാണാം. യാ മൻ യുഹദ്ദിസു നഫ്സഹു ബിദുഖൂലി ജന്നാത്തിൻ നഈം, സ്വർഗ്ഗത്തിലേക്ക്, അനുഗ്രഹങ്ങളുടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവന്, ഇൻ കുൻത മുത്തഖിയൻ ഫഅൻത അല സിറാത്തിൽ മുസ്തഖീം, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ നീ നേരായ പാതയിലാണ്. ലാ തർജുവന്ന സലാമതൻ മിൻ ഗൈരി മാ ഖൽബിൻ സലീം, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ സലീമായ ഖൽബ് കൊണ്ടല്ലാതെ നീ പ്രതീക്ഷിക്കേണ്ട. ഫസ്ലുക് തരീഖൽ മുത്തഖീൻ വബുന്ന ഖൈറൻ ബിൽ കരീം, നീ മുത്തഖീങ്ങളുടെ പാത സ്വീകരിക്കുക, അള്ളാഹുവിൽ ഏറ്റവും നല്ല ചിന്തയും വെച്ചു പുലർത്തുക. അപ്പൊ ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ ശുബ്ഹത്തുകളിൽ നിന്നും ശഹ്വത്തുകളിൽ നിന്നും ഒഴിവായി പൂർണ്ണമായി അള്ളാഹുവിന് കീഴൊതുങ്ങിയിട്ടുള്ള ഖൽബാണ്. അപ്പൊ ഇനി ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞ എന്താണ്? ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ മറ്റൊരു അഴുക്കോ കറയോ പറ്റാത്ത രീതിയിൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഖൽബാണ്. ആ അഴുക്ക് പറ്റിയ അവസ്ഥയിലാണ് വരുന്നതെങ്കിൽ ഖുദ്ദൂസായ അള്ളാഹുവിന്റെ ഹളറത്തിൽ അള്ളാഹുവിന് മുമ്പിൽ ഹാജരാവാൻ അത് യോഗ്യനല്ല. ഇല്ലാ ബഅദ അയ്യുതഹറ ഫീ കീരിൽ അദാബ്, എപ്പോഴല്ലാതെ ആ കറ തീയിൽ ശിക്ഷ അനുഭവിച്ച് കരിഞ്ഞു പോയതിനു ശേഷമല്ലാതെ, ആ കറ ഒഴിവായി പോയതിനു ശേഷമല്ലേ അല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ അത് എത്താൻ യോഗ്യമല്ല. അഥവാ ഇവിടെ പറയുന്നത് ശിർക്കിന്റെ വിഷയത്തിലാണ്. ഒരാൾ ശിർക്കുമായിട്ടാണ് വരുന്നത് എങ്കിൽ അവന്റെ ഖൽബ് എന്തല്ല? സലീമായ ഖൽബല്ല. ആ ഖൽബിനെ അള്ളാഹുവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ശിർക്ക് എന്ന് ഉദ്ദേശിച്ചത് ശിർക്കുൻ അക്ബർ അല്ല, അല്ലാത്ത രീതിയില്ല, ശിർക്കുൻ അസ്ഗർ, അതിന്റെ ശിക്ഷയിൽ നിന്ന് ശുദ്ധിയായാൽ മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ അതിന് സ്ഥാനം കിട്ടുകയുള്ളൂ. എന്നിട്ട് പറയാണ് ഫഇദാ സാല മിൻഹു, അങ്ങനെ ശിർക്കിന്റെ ശാഖകളായിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള ചെറിയ ശിർക്കിന്റെയും പാപങ്ങളുടെയും എല്ലാം അടയാളങ്ങൾ നീങ്ങിപ്പോയാൽ, മിൻഹു അൽ ഖബസു സലഹ ഹീനഇദിൻ ലിൽ മുജാവറ, അങ്ങനെ അത് ശുദ്ധമായാൽ, ശിക്ഷ അനുഭവിച്ച് ശുദ്ധമായാൽ മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ അത് എത്തുകയുള്ളൂ. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി ഈ ഹദീസ് കൊടുക്കുകയാണ്, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ, അള്ളാഹു ത്വയ്യിബാണ്, ത്വയ്യിബല്ലാത്ത ഒന്നും അള്ളാഹു തആല സ്വീകരിക്കുകയില്ല. അപ്പോൾ ചുരുങ്ങിയ ആശയം അൽ ഖൽബു സലീം എന്ന് പറഞ്ഞാൽ ഒന്നും അള്ളാഹുവിൽ നിന്ന് നമ്മെ തെറ്റിച്ച് കളയുന്ന ഒരു കാര്യവും, പാപങ്ങളാവട്ടെ, ഇച്ഛകളാവട്ടെ, ആഗ്രഹങ്ങളാവട്ടെ, താല്പര്യങ്ങളാവട്ടെ, അതൊന്നുമില്ലാതെ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിറച്ചിട്ടുള്ള ഖൽബാണ് അൽ ഖൽബു സലീം എന്ന് പറയുന്നത്. ശുബ്ഹത്തോ ശഹ്വത്തോ തട്ടാത്തത്. അതല്ലാതെ വരുന്ന ഖൽബുകൾ ഈ കറ പറ്റിയതായിരിക്കും. ആ കറ ശിക്ഷ കൊണ്ട് മായ്ച്ചു കളയാതെ അള്ളാഹുവിന്റെ അടുക്കൽ അത് എത്തുകയില്ല, അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടാവുകയില്ല. കാരണം അള്ളാഹു ത്വയ്യിബാണ്. ആ ത്വയ്യിബായ അള്ളാഹുവിന്റെ അടുക്കൽ ത്വയ്യിബല്ലാത്ത മറ്റൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്നിട്ട് പറയാണ്, ഫഅമ്മൽ ഖുലൂബു ത്വയ്യിബ ഫതസ്ലുഹു ലിൽ മുജാവറതി മിൻ അവ്വലിൽ അംർ, എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ത്വയ്യിബായി എത്തുന്ന ഖൽബ്, ഈ ശുബ്ഹത്തുകളോ ശഹ്വത്തുകളോ ഒന്നും ബാധിക്കാതെ സലീമായി കൊണ്ടെത്തുന്ന ഖൽബ്, അത് ആദ്യം തന്നെ അള്ളാഹുവിന്റെ അടുക്കലെത്തും. അള്ളാഹുവിന്റെ അടുക്കലെത്താൻ കഴിയുന്നതാണ്, അഥവാ സ്വർഗ്ഗപ്രവേശനം ലഭിക്കുന്നതാണ്. സലാമുൻ അലൈക്കും, സൂറത്ത് റഅദിൽ അള്ളാഹു പറഞ്ഞു, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ. ഈ ദുനിയാവിൽ പലതരം ഇച്ഛകളും താല്പര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ മേലെ പാപങ്ങളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്, ഹറാമുകളോട് താല്പര്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ക്ഷമിച്ചതുകൊണ്ട് അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും നല്ല അഭയസ്ഥാനത്തിലേക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ സൂറത്തുൽ സുമറിൽ അള്ളാഹു പറഞ്ഞു, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, ത്വയ്യിബായ ഖൽബുള്ള ആളുകളോട് പറയും, നിങ്ങൾക്ക് രക്ഷയുണ്ട്, തിബ്തും, നിങ്ങൾ പരിശുദ്ധി പ്രാപിച്ചിരിക്കുന്നു. അഥവാ പരിശുദ്ധി പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പലതും വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ അള്ളാഹ് നിനക്ക് വേണ്ടി, നിന്നോടുള്ള ഇഷ്ടം കാരണത്താൽ ഞാനിത് ഒഴിവാക്കുന്നു. ഒരു പാപത്തിനോട് ആഗ്രഹം തോന്നുമ്പോൾ, ഒരു ഹറാമ് കാണണം തോന്നുമ്പോൾ, കേൾക്കണം തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ? ഞാൻ എല്ലാത്തിനേക്കാളും അള്ളാഹുവിനെയാണ് ഇഷ്ടപ്പെടുന്നത്, അതിനുവേണ്ടി ഞാനിതാ വേണ്ടാന്ന് വെക്കുന്നു, ക്ഷമിക്കുന്നു. സലാമുൻ അലൈക്കും തിബ്തും വദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ പരിശുദ്ധി പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയും. അതുപോലെ സൂറത്ത് നഹ്ലിൽ അള്ളാഹു പറയുന്നുണ്ട്, അല്ലദീന തവഫാഹുമുൽ മലായികതു
ത്വയ്യിബീന യഖൂലൂൻ, പരിശുദ്ധി പ്രാപിച്ച ആളുകൾ അവരുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് അല്ലാഹു തആലയുടെ മലക്കുകൾ അവർ പറയും, സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയും. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, മൻ ലം യഹ്രിഖൽ യൗമ ഖൽബഹു ബിനാരിൽ അസഫി അലാ മാ സലഫ്, ആരാണോ കഴിഞ്ഞുപോയതിനെ കുറിച്ച്, കഴിഞ്ഞുപോയ പാപങ്ങൾ, കഴിഞ്ഞുപോയ ദിവസങ്ങൾ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ചെയ്തു പോയ കാര്യങ്ങൾ, ഗഫ്ലത്തിലായി പോയ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ആലോചിച്ച് ഖൽബിനെ ആ തീയിലിട്ട് കരിക്കാത്തത്, അഥവാ ആ വിഷമത്തിൽ ആ സങ്കടമില്ലാത്തത്, ഔ ബിനാരി ഷൗഖ് ഇലാ ലിഖാഇൽ ഹബീബ്, അതല്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണമല്ലോ എന്നുള്ള ആഗ്രഹത്തിന്റെ തീ കൊണ്ട് ഖൽബിനെ കത്തിക്കാത്തത്, ഫനാറു ജഹന്നമ ലഹു അശദ്ദു ഹർറാ, നരകത്തിലെ തീയാണ് ഇതിനേക്കാൾ ചൂടുള്ളത്, നരകത്തിലെ തീയാണ് ഇതിനേക്കാൾ ചൂടുള്ളത്. അതായത് ഉദ്ദേശം എന്താണ്? കഴിഞ്ഞു പോയ നഷ്ടം പറ്റിയ ദിവസങ്ങളെ ഓർത്ത് ഖേദിക്കാതെയും വരാൻ പോകുന്നത് ഇനി അള്ളാഹുവിനെ കണ്ടുമുട്ടണം അതിനുവേണ്ടി പരിശ്രമിക്കാതെയും ഖൽബിനെ ഒരുക്കാത്ത ആളുകൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ, നരകത്തിന്റെ തീ അതീവ കഠിനമായ ചൂടുള്ളതാണ്. മാ യഹ്താജ് ഇല തത്ഹീർ ബിനാരി ജഹന്നം ഇല്ലാ മൻ ലം യുക്മിൽ തഹ്ഖീഖ തൗഹീദ് വൽ ഖിയാം ബിഹുഖൂഖിഹി, തൗഹീദ് യഥാർത്ഥ രൂപത്തിൽ പൂർത്തിയാക്കാത്ത ഒരുവൻ, അവന് ഇവിടെ ഈ ഖൽബിനെ ഏറ്റവും നല്ല രീതിയിൽ ആലോചിച്ച് ശുദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അവന് ശുദ്ധീകരിക്കേണ്ടി വരിക ആ നരകത്തിന്റെ തീയിലിട്ടിട്ടായിരിക്കും. തൗഹീദില്ലാതെ തൗഹീദിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളുമായിട്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നതെങ്കിൽ ഇവിടെ അതിനെ ആലോചിച്ച് ഖൽബിനെ ഒരുക്കിയിട്ടില്ല എങ്കിൽ അതൊരു ഉപയോഗമാണ്, അതൊരു പ്രയോഗമാണ്. എത്രത്തോളം മനസ്സിലാവേണ്ട അറിയാം. അതാ ഖൽബിനെ ഇന്ന് ഈ രണ്ട് കഴിഞ്ഞതിനെ കുറിച്ചുള്ള ഖേദത്തിലും വരാൻ പോകുന്നതിന് വേണ്ടി ഒരുങ്ങാത്ത ആ തീയിലും ഇട്ട് ശുദ്ധിയാക്കാത്ത ഒരുവൻ നാളെ പരലോകത്ത് പിന്നെ അവൻ ശുദ്ധിയാകുക അവൻ നരകത്തിന്റെ തീയിലിട്ടിട്ടാണ്. തൗഹീദ് തഹ്ഖീഖ് ചെയ്ത ആ പൂർത്തീകരിച്ച ആളുകൾക്ക് മാത്രമാണ് നേരിട്ട് സ്വർഗ്ഗത്തിൽ കിടക്കാൻ സാധിക്കുക. അതല്ലാത്തവർ നരകത്തിന്റെ തീയിൽ കിടന്നുകൊണ്ട് ശുദ്ധിയാകേണ്ടി വരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അഥവാ നമ്മുടെ ലക്ഷ്യമായിട്ട് വെക്കുക അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് എത്താൻ പറ്റുന്നതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തുക. താബിഈയായ വുഹൈബ് ഇബ്നുൽ വറദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, ഇനിസ്തതഅത അല്ലാ അതായത് നിനക്ക് സാധിക്കുമെങ്കിൽ അള്ളാഹുലേക്ക് നിന്നേക്കാൾ ആരും മുൻകടക്കാതിരിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യുക, നീ ആയിരിക്കണം ഏറ്റവും അധികം മുൻകടക്കേണ്ടവൻ. തബിഈയായ വുഹൈബ് ഇബ്നുൽ വറദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇനിസ്തതഅത അല്ലാ യസ്ബിഖക ഇലല്ലാഹി അഹദുൻ ഫഫ്അൽ, നിന്നേക്കാൾ അള്ളാഹുവിലേക്ക് മറ്റൊരാളും മുൻകടക്കാതിരിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യുക, നീ ആയിരിക്കണം ഏറ്റവും അള്ളാഹുവിലേക്ക് അടുത്തിട്ടുള്ളവൻ. അപ്പോ ആ ഒരു രീതിയിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ തൗഹീദിനെ മനസ്സിലാക്കേണ്ടതും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതും. ഇനി എല്ലാവർക്കും എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളായി നമുക്ക് മാറാം. അതല്ലെങ്കിൽ നമ്മൾ വലിയൊരു അപകടത്തിലാണ് വീഴുക, നമ്മളെല്ലാം തികഞ്ഞു ഇനിയൊന്നും കുഴപ്പമില്ല എന്നല്ലേ. അപ്പൊ ഇവിടെ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് അവസാനം പറഞ്ഞ വാക്ക്, മാ യഹ്താജു ഇല തത്ഹീർ ബിനാരി ജഹന്നം ഇല്ലാ മൻ ലം യുക്മിൽ തഹ്ഖീഖ തൗഹീദ് വൽ ഖിയാം ബിഹുഖൂഖിഹി, തൗഹീദിനെ സാക്ഷാത്കരിക്കാത്തവരും ആ തൗഹീദിന്റെ ഹക്കുകൾ അത് വീട്ടിക്കൊടുക്കാത്ത ആളുകളുമാണ് നാളെ നരകത്തിൽ കടന്ന് ശുദ്ധിയാകേണ്ടി വരിക. നമ്മൾ കിതാബ് തൗഹീദ് ഖൗഫ് മിനശ് ശിർക്ക് പറഞ്ഞതുപോലെ ദിയാ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാലിഹീങ്ങളിൽ ഏറ്റവും ഭയപ്പെട്ട ഒരു കാര്യമാണ്. സ്വാലിഹീങ്ങളായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ, ഉമ്മത്തിലെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ ദിയാ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര ഭയപ്പെടേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്വാലിഹീങ്ങളുടെ മേലെ ഭയപ്പെട്ട കാര്യമാണത്, സ്വാലിഹീങ്ങളുടെ മേലെ. അപ്പോൾ തൗഹീദിനെ അത്രയും പരിശുദ്ധമായി അതിൻ്റെ ഏറ്റവും പരിപൂർണമായ അവസ്ഥയിൽ എത്തിക്കാൻ ഏറ്റവും നല്ല പരിശ്രമങ്ങളാണ് നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അപ്പം അതിൻ്റെ പരിപൂർണതയും അതിൻ്റെ ഉന്നതമായ അവസ്ഥയുമാണ് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് ഈ കിതാബിലൂടെ പഠിപ്പിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ഇനി പറയുന്ന കാര്യങ്ങൾ, നരകത്തിലേക്ക് ആദ്യം എറിയപ്പെടുന്ന ആളുകൾ അത് റിയാ കാരണത്താൽ അല്ലെങ്കിൽ ഈ തൗഹീദിന്റെ പൂർണ്ണതയിൽ നല്ല കർമ്മമായിരുന്നു, പക്ഷേ
അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നിടത്ത് അവർക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിന് അതിയായ കാരണം നരകത്തിലേക്ക് ആദ്യം എറിയപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ അള്ളാഹുവിനുള്ള സിദ്ദുഖും ഹബ്ബും അങ്ങനെ കാര്യങ്ങളാണ് വരുന്നത്. ഇൻഷാ അള്ളാഹ് അടുത്ത ദർസിൽ അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഖൽബിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട നിയ്യത്തും ചിന്തയുമാണ് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന ആ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണത്താൽ നമ്മുടെ അവയവങ്ങളിൽ അള്ളാഹുവിനനുസരിക്കുന്ന രീതിയിൽ മാത്രം ആകുന്ന ഒരു കാലത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അറിവ് നേടുകയും കർമ്മം ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് മുറുകെ പിടിക്കുകയെല്ലാം ചെയ്തുകൊണ്ട് ആ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് സാധിക്കും? അതാണ് ഇന്ന് വായിച്ചതിൽ തന്നെ പറഞ്ഞില്ലേ, ഇപ്പൊ എത്രയോ സന്ദർഭങ്ങളിൽ ഇബ്നു റജബ് അൽ ഹംബലി നിങ്ങളിത് ചിന്തിക്കണം, നിങ്ങളിത് മനസ്സിലാക്കണം, നിങ്ങളുടെ ഇഷ്ടത്തിനല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അള്ളാഹു നിങ്ങളിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്, അതുപോലെ വേണം അവനെ ഇബാദത്ത് ചെയ്യാൻ എന്ന് പറയുന്നത്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യുന്ന, തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്ന, അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഖൽബിൽ നിറക്കുന്ന സലീമായ ഖൽബുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന, വിചാരണയും ശിക്ഷയും ഇല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.